ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ വ്യവസായ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമാണ്. എന്നാൽ ഈ വലിയ സാമ്രാജ്യത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? പലർക്കും അതിന്റെ ശരിയായ ഉത്തരം അറിയില്ല. ടാറ്റ സൺസ് എന്ന കമ്പനിയാണ് എല്ലാ ടാറ്റ കമ്പനികളെയും നിയന്ത്രിക്കുന്നത്. എന്നാൽ ഈ ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്നത് ചില ജീവകാരുണ്യ ട്രസ്റ്റുകളാണ്. ഈ ട്രസ്റ്റുകളെ നമുക്ക് ഷാഡോ റൂളേഴ്സ് എന്ന് വിളിക്കാം. ഈ ഷാഡോ റൂളേഴ്സിന്റെയും അവരുടെ അധികാരത്തിന്റെയും കഥയാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ വലിപ്പം കൃത്യമായി മനസ്സിലാക്കാം. 2025 കണക്കുകൾ പ്രകാരം ടാറ്റ ഗ്രൂപ്പിന്റെ വാർഷിക വരുമാനം 15,34,00,000 കോടി രൂപയാണ്. കമ്പനിയുടെ മൊത്തം വിപണി മൂല്യം 37,84,00,000 കോടി രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 11,51,353 ആളുകൾ ഇന്ന് ടാറ്റയിൽ ജോലി ചെയ്യുന്നു. 29ഓളം വലിയ കമ്പനികൾ ടാറ്റയുടെ കീഴിലുണ്ട്. TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, എയർ ഇന്ത്യ എന്നിവ അതിൽ ചിലതാണ്. ഈ കമ്പനികളുടെ എല്ലാം മാതൃസ്ഥാപനമാണ് ടാറ്റ സൺസ്. ടാറ്റ സൺസ് ആണ് ഗ്രൂപ്പിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത്. എല്ലാ ടാറ്റ കമ്പനികളിലും വലിയൊരു ശതമാനം ഓഹരികൾ ഉള്ളത് ടാറ്റ സൺസിനാണ്. ഇനി ടാറ്റ സൺസിന്റെ ഉടമസ്ഥരാരാണ് എന്ന് നാം നോക്കണം. ടാറ്റ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് ഇതിൽ വളരെ കുറച്ച് ഓഹരികൾ മാത്രമേ ഉള്ളൂ. ടാറ്റ സൺസിന്റെ 66% ഓഹരികളും ടാറ്റ ട്രസ്റ്റുകളുടെ കൈവശമാണ്. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്, സർ രത്തൻ ടാറ്റ ട്രസ്റ്റ് എന്നിവയാണ് ഇതിൽ ഏറ്റവും വലുത്. ദൊറാബ്ജി ട്രസ്റ്റിന് 27.98% ഓഹരികളുണ്ട്. രത്തൻ ടാറ്റ ട്രസ്റ്റിന് 23.56% ഓഹരികളുണ്ട്. JRD ടാറ്റ ട്രസ്റ്റിന് 4.01% ഓഹരികളുമുണ്ട്. ടാറ്റ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് 3.73% ഓഹരികളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ട്രസ്റ്റുകളെല്ലാം രൂപീകരിച്ചത്. ഇതിൽ രണ്ടാമത്തെ വലിയ ഓഹരി ഉടമ ഷാപൂർജി പല്ലോൺജി കുടുംബമാണ്. അവർക്ക് 18.4% ഓഹരികളുണ്ട്. മുൻ ചെയർമാനായിരുന്ന സൈറസ് മിസ്ത്രി ഈ കുടുംബത്തിലെ അംഗമാണ്. ഇവിടെയാണ് ഷാഡോ റൂളേഴ്സ് എന്ന ആശയം വരുന്നത്. ഒരു കമ്പനിയുടെ ബോർഡിൽ ഔദ്യോഗികമായി ഇല്ലാത്ത എന്നാൽ ബോർഡിനെ നിയന്ത്രിക്കുന്ന ആളുകളെയാണ് ഷാഡോ റൂളേഴ്സ് എന്ന് വിളിക്കുന്നത്. ടാറ്റ സൺസിന് സ്വന്തമായി ഒരു ഡയറക്ടർ ബോർഡുണ്ട്, ഒരു ചെയർമാനുമുണ്ട്. എന്നാൽ അവരല്ല യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത്. 66% ഓഹരികൾ ഉള്ളതുകൊണ്ട് ടാറ്റ ട്രസ്റ്റുകൾക്ക് ടാറ്റ സൺസ് ബോർഡിൽ പ്രത്യേക അധികാരമുണ്ട്. ട്രസ്റ്റുകൾക്ക് അവരുടെ പ്രതിനിധികളെ ടാറ്റ സൺസ് ബോർഡിലേക്ക് അയക്കാൻ കഴിയും. ഈ പ്രതിനിധികൾക്ക് വീറ്റോ അധികാരം നൽകിയിട്ടുണ്ട്. അതായത് ഈ പ്രതിനിധികൾ എതിർത്താൽ ടാറ്റ സൺസിന് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. കമ്പനിയുടെ നിയമങ്ങളിൽ അത്തരമൊരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ ട്രസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ടാറ്റ സൺസ് ബോർഡിന് ചെയ്യാൻ കഴിയൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ ടാറ്റ സൺസ് ചെയർമാനാണ് വലിയ ആൾ. എന്നാൽ യഥാർത്ഥ അധികാരം ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാന്റെ കൈകളിലാണ്. ഈ അധികാര തർക്കം ഏറ്റവും കൂടുതൽ പുറത്തു വന്നത് 2016 സൈറസ് മിസ്ത്രിയുടെ പുറത്താക്കൽ അതിനൊരു വലിയ ഉദാഹരണമാണ്. 2012 സൈറസ് മിസ്ത്രി ടാറ്റ സൺസിന്റെ ചെയർമാനായി ചുമതലയേറ്റത്. തുടക്കത്തിലെല്ലാം വളരെ നന്നായി പോയി. എന്നാൽ പിന്നീട് ടാറ്റ ട്രസ്റ്റുകളും സൈറസ് മിസ്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. നഷ്ടത്തിലായ ചില കമ്പനികൾ വിൽക്കാൻ മിസ്ത്രി തീരുമാനിച്ചു. ഇത് ടാറ്റ ട്രസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ടാറ്റ ട്രസ്റ്റുകളുടെ പ്രതിനിധികൾ ബോർഡിൽ മിസ്ത്രിയുടെ തീരുമാനങ്ങളെ ശക്തമായി എതിർത്തു. ഈ ട്രസ്റ്റുകളെ അന്ന് നയിച്ചിരുന്നത് രത്തൻ ടാറ്റയാണ്. ട്രസ്റ്റുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് സൈറസ് മിസ്ത്രിയെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പലരും ആരോപിച്ചു. ഒടുവിൽ 2016 ഒക്ടോബർ 24 സൈറസ് മിസ്ത്രിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഇതിനായി ടാറ്റ ട്രസ്റ്റുകൾ അവരുടെ ഭൂരിപക്ഷം കൃത്യമായി ഉപയോഗിച്ചു. സൈറസ് മിസ്ത്രി ഈ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോയി. ടാറ്റ ട്രസ്റ്റുകൾ ഷാഡോ റൂളേഴ്സുകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. അവർ ടാറ്റ സൺസിനെ ഒരു സൂപ്പർ ബോർഡായി നിയന്ത്രിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് വലിയൊരു നിയമ പോരാട്ടമായി മാറി. 2018 ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ ടാറ്റയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞു. സൈറസ് മിസ്ത്രിയെ പുറത്താക്കാൻ ബോർഡിന് അധികാരമുണ്ടെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. എന്നാൽ 2019 അപ്പലേറ്റ് ട്രൈബ്യൂണൽ മിസ്ത്രിയെ വീണ്ടും ചെയർമാനാക്കി. ഇത് ടാറ്റയ്ക്ക് വലിയ തിരിച്ചടിയായി. N ചന്ദ്രശേഖരനെ ചെയർമാനാക്കിയത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. ഒടുവിൽ ഈ കേസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെത്തി. 2021 സുപ്രീം കോടതി ടാറ്റ സൺസിന് അനുകൂലമായി അന്തിമ വിധി പ്രസ്താവിച്ചു. ടാറ്റ ട്രസ്റ്റുകൾക്ക് അവരുടെ ഓഹരികൾ സംരക്ഷിക്കാൻ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഭൂരിപക്ഷമുള്ള ഓഹരി ഉടമകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. അതിൽ തെറ്റില്ല എന്ന് കോടതി പറഞ്ഞു. പിന്നീട് 2022 സെപ്റ്റംബർ 4 ഒരു വാഹനാപകടത്തിൽ സൈറസ് മിസ്ത്രി മരിച്ചു. അതോടെ ആ പോരാട്ടം അവസാനിച്ചു. മിസ്ത്രിയെ പുറത്താക്കിയ ശേഷം ടാറ്റ ട്രസ്റ്റുകൾ ചില പ്രധാന മാറ്റങ്ങൾ കമ്പനിയിൽ വരുത്തി. ടാറ്റ സൺസ് എന്ന കമ്പനിയെ അവർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. ഇതിലൂടെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത് അവർ തടഞ്ഞു. ഷാപൂർജി പല്ലോൺജി കുടുംബത്തിന് അവരുടെ ഓഹരികൾ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ടാറ്റ ട്രസ്റ്റുകളുടെ അധികാരം കൂടുതൽ ശക്തമാക്കാൻ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. ടാറ്റ സൺസ് ചെയർമാനെ തിരഞ്ഞെടുക്കാനും പുറത്താക്കാനും ട്രസ്റ്റുകളുടെ പൂർണ്ണ പിന്തുണ വേണം എന്ന നിയമം അവർ കൂടുതൽ കർശനമാക്കി.
ടാറ്റ സൺസിന്റെ സാമ്പത്തിക നിലയും നാം പരിശോധിക്കണം. അവർക്ക് പണം വരുന്നത് എവിടെ നിന്നാണ് എന്ന് അറിയേണ്ടതുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് TCS എന്ന IT കമ്പനിയാണ്. TCS കമ്പനിയുടെ 71.74% ഓഹരികളും ടാറ്റ സൺസിന്റെ കൈവശമാണ്. ടാറ്റ സൺസിന് ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ 80% വരുന്നത് TCSൽ നിന്നാണ്. 2025 TCSന്റെ അറ്റാദായം 48,797 കോടി രൂപയായിരുന്നു. കമ്പനിയുടെ മൊത്തം വരുമാനം 2,59,286 കോടി രൂപയാണ്. ഈ പണം ഉപയോഗിച്ചാണ് ടാറ്റ സൺസ് മറ്റ് ബിസിനസ്സുകൾ നടത്തുന്നത്. വിമാന കമ്പനിയും കാർ നിർമ്മാണവുമെല്ലാം ഈ പണം ഉപയോഗിച്ചാണ് വളർത്തുന്നത്. ടാറ്റ ട്രസ്റ്റുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പണവും ഈ ലാഭവിഹിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ട്രസ്റ്റുകൾ വളരെ ശ്രദ്ധ പുലർത്തുന്നു. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ വീണ്ടും വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. 2024 ഒക്ടോബർ 9 മുൻ ചെയർമാൻ രത്തൻ ടാറ്റ അന്തരിച്ചു. അതിനുശേഷം നോയൽ ടാറ്റ ടാറ്റ ട്രസ്റ്റുകളുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു. അദ്ദേഹം രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനാണ്. 67 വയസ്സുള്ള നോയൽ ടാറ്റ ട്രെന്റ്, വോൾട്ടാസ്, ടാറ്റ ഇന്റർനാഷണൽ എന്നീ കമ്പനികളുടെ ചെയർമാൻ കൂടിയാണ്. ടാറ്റ ട്രസ്റ്റുകളുടെയും ടാറ്റ സൺസിന്റെയും തലപ്പത്ത് ഇപ്പോൾ 2 വ്യത്യസ്ത വ്യക്തികളാണുള്ളത്. N ചന്ദ്രശേഖരനാണ് ടാറ്റ സൺസിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഈ പുതിയ മാറ്റത്തിന് ശേഷം വീണ്ടും അധികാര തർക്കങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ ചന്ദ്രശേഖരന് 3ാം തവണയും ചെയർമാൻ സ്ഥാനം നൽകാൻ ബോർഡ് യോഗം ചേർന്നു. ചന്ദ്രശേഖരൻ മികച്ച രീതിയിലാണ് കമ്പനി കൊണ്ടു നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് ഗ്രൂപ്പിന്റെ വരുമാനം ഇരട്ടിയായി. എന്നാൽ ടാറ്റ ട്രസ്റ്റ് ചെയർമാനായ നോയൽ ടാറ്റ ചില കർശനമായ നിബന്ധനകൾ യോഗത്തിൽ വെച്ചു. എയർ ഇന്ത്യയുടെ വലിയ നഷ്ടം അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടി. 2025 സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യക്ക് 10,859 കോടി രൂപയുടെ വലിയ നഷ്ടമുണ്ടായി. കൂടാതെ പുതിയ ചിപ്പ് നിർമ്മാണ രംഗത്തെ ഭീമമായ ചിലവുകളും നോയൽ ടാറ്റ ചോദ്യം ചെയ്തു. 2020നും 2025നും ഇടയിൽ ടാറ്റ സൺസ് 1 ലക്ഷം കോടി രൂപയാണ് വിവിധ കമ്പനികളിൽ നിക്ഷേപിച്ചത്. ഇത് ഭാവിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് ട്രസ്റ്റുകൾ ഭയപ്പെടുന്നു. മറ്റൊരു പ്രധാന വിഷയം കമ്പനിയുടെ ഓഹരി വിപണി പ്രവേശനമാണ്. റിസർവ് ബാങ്ക് നിയമപ്രകാരം ടാറ്റ സൺസ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നോയൽ ടാറ്റ ഇതിനെ ശക്തമായി എതിർക്കുന്നു. കമ്പനി പൊതുവിപണിയിൽ എത്തിയാൽ ട്രസ്റ്റുകളുടെ അധികാരം കുറയുമെന്ന് അവർ കരുതുന്നു. ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ ട്രസ്റ്റുകളുടെ വരുമാനത്തെ ബാധിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഈ വിഷയങ്ങളെല്ലാം കാരണം ചന്ദ്രശേഖരന്റെ കാലാവധി നീട്ടുന്ന തീരുമാനം ബോർഡ് താൽക്കാലികമായി മാറ്റിവെച്ചു. ടാറ്റ ട്രസ്റ്റുകളുടെ പൂർണ്ണ സമ്മതമില്ലാതെ ടാറ്റ സൺസ് ചെയർമാന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. ചുരുക്കത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഭരണഘടന വളരെ സവിശേഷമായ ഒന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച ട്രസ്റ്റുകൾ വലിയൊരു വ്യവസായ സാമ്രാജ്യത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. കമ്പനിയുടെ ലാഭം മുഴുവൻ സമൂഹത്തിനു വേണ്ടി ചെലവാക്കുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ത്യയിൽ വേറൊരു കമ്പനിക്കും ഇത്തരമൊരു രീതിയില്ല. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. എന്നാൽ അധികാരം മുഴുവൻ ചില വ്യക്തികളുടെ കൈകളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന വിമർശനവും നിലവിലുണ്ട്. ഷാഡോ റൂളേഴ്സ് എന്ന പ്രയോഗം അങ്ങനെ ഉണ്ടായതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സുതാര്യത കുറവാണെന്ന് പലരും കുറ്റപ്പെടുത്തുന്നു. എങ്കിലും ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർ ജോലി നൽകുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നു. വളരെ സങ്കീർണമായ ഒരു ബിസിനസ് തന്ത്രമാണിത്. സമ്പത്തും അധികാരവും ജീവകാരുണ്യവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ലോകമാണിത്.